ഇത് എൻ്റെ ഫെലനോപ്സിസ് ഓർക്കിഡാണ്. ഇതിൽ മൊട്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ? ഈ കമ്പിൾ ഇനി ധാരാളം മൊട്ടുകൾ വരും. ഇപ്പോൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതിൽ പോട്ടെ മിക്സായി ഞാൻ കരിയും കരിക്കട്ടയും പിന്നെ തൊണ്ടുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് തൊണ്ടും ഓടിൻ്റെ പീസുമൊക്കെ കാണാം. എന്നാൽ കരിക്കട്ട അടിയിലോട്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും കാണാൻ കഴിയത്തില്ല. ഞാൻ ഇവിടെ ഹാങ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഡെൻഡ്രോബിയവും കൂടി മൊട്ടിട്ട് നിൽക്കുന്നു. 2 കമ്പിലും മൊട്ടുകളാണ്. ഒരു ചെറുതും ഒരെണ്ണം അതിൽ മൊട്ടുകൾ പുറത്തു വന്ന് വിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൽ ഞാൻ ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസറൊക്കെയാണ് സാധാരണയായി നൽകുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകുന്നതാണ്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയി തന്നെ നിൽപ്പുണ്ട്. ഞാൻ സാധാരണയായി കൊടുക്കുന്ന ഫെർട്ടിലൈസർ കഞ്ഞിവെള്ളം വളരെ നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഇലകളിൽ വെള്ളം വീഴാത്തതാണ് നല്ലത്. അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒലിച്ചു പോകുന്നുവെന്ന് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ ചീഞ്ഞു പോകും. പിന്നെ കഞ്ഞിവെള്ളം നന്നായി നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൂടാതെ തേങ്ങയുടെ വെള്ളം 2-3 ദിവസം വെച്ചിരുന്ന ശേഷം അത് നേർപ്പിച്ച് കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കുവാനും അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളം നേർപ്പിച്ചൊഴിക്കുവാനും നഴ്സറിക്കാരാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതായത് ഈ കാണുന്ന ഡെൻഡ്രോബിയം ഞാൻ കൊല്ലത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നായിരുന്നു വാങ്ങിയത്. ഇത് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഒഴിക്കുകയും വേഗം പൂവിടുകയും ചെയ്തു. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഇത് ഫ്ലവർ ഇടുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള ഓർക്കിഡാണ് ഉള്ളത്, നിങ്ങൾ ഏതൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്, അതുകൂടി ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഓർക്കിഡിന് രാസവളം കൊടുത്താലേ ഇത് ഫ്ലവർ ഇടൂ എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ജൈവവളം കൊടുത്തു തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഇപ്പോഴും ഇതിൽ ഫ്ലവർ ഇട്ട് തുടങ്ങിയത്. നിങ്ങൾ എന്തായാലും ഈ വളമൊന്ന് കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇടണം. എങ്കിൽ മാത്രമേ ഈ കാണുന്നവർക്ക് കൂടി അത് ചെയ്യാൻ തോന്നുകയുള്ളൂ.